സോണിച്ചാ, ഈ സോണിച്ചന്റെ കൂട്ടുകാരനല്ലേ സുധി? സുധിയുടെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? എന്തിനാണ് വന്നത്? എന്തിനാണ്? അവള് കുറച്ച് പൈസ ചോദിച്ചു വന്നാണ്. എന്നിട്ട് നീ കൊടുത്താ? പൈസ കൊടുത്താ? ഞാൻ കൊടുത്ത്, കുറച്ച് പൈസ ഞാൻ കൊടുത്ത്. അവളുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഒന്നോർത്ത കല്യാണം എന്ന് പറയണത് ഒരു ഭാഗ്യക്കുറി പോലെയാണ്. ഭാഗ്യമുള്ളവനെ അത് നല്ല രീതിക്കുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അല്ലാത്തവരുടെ കാര്യം കട്ടപ്പൊക്കെയാണ്. ആ പെണ്ണ് തന്നെ അവന് ഏത് നേരവും ഭയങ്കര കുടിയും ഒച്ചപ്പാടും ബഹളവും. 10 രൂപ വീട്ടിലും കൊടുക്കൂല, മര്യാദക്ക് പണിക്കും പോല. പോയാൽ തന്നെ കിട്ടണ പൈസ അവന് കുടിക്കാനേ ഉള്ളൂ. എന്തൊരു ബുദ്ധിമുട്ടാണ്. ആ പിള്ളേരാണെങ്കിലും ആ പെണ്ണിനാണെങ്കിലും എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാം. വന്ന് ചോദിക്കുമ്പോൾ കാര്യം നമുക്കും ഇല്ലായ്മയുണ്ട്, പക്ഷെ വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ഇല്ല എന്ന് പറയണം. ഓർത്തപ്പോഴും അവളുടെ ഓരോ കാര്യങ്ങൾ കേട്ടപ്പോഴും ഭയങ്കര സങ്കടം തോന്നും. അവനാണെങ്കിലും വീട്ടിൽ നിന്ന് തല്ലിപ്പിരിഞ്ഞ് പോന്ന് താമസിക്കുന്നതുകൊണ്ട് ഒരു റേഷൻ കാർഡ് പോലും ഇല്ല. അതുകൊണ്ട് റേഷൻ പോലും നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. ഈ കുടിച്ചു വന്നിട്ട് തല്ലലും പിടിക്കലും, ആ പെണ്ണിനെയും തല്ലും, ആ പിള്ളേരും കിട്ടിയ കൈ കിട്ടിയ അവൻ തല്ലും, അവന്റെ അരിശം തീരണവരെ. ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം. എന്തൊരു കഷ്ടമാണല്ലേ ഓരോ പെണ്ണുങ്ങൾ അനുഭവിക്കണ ഓരോ വേദനകള്. എന്തിനാണെന്നേ അവന്റെ തല്ലും കൊണ്ട് അവിടെ കഴിയണത്? ഒക്കെ അവളുടെ വീട്ടിലോട്ട് പോകാൻ പാടില്ലേ? സ്വന്തം വീടാ? ആരുടെ വീട്? എന്റെ സോണിച്ച, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് സ്വന്തം വീട് ഏതാ? വളരെ അപൂർവം പെണ്ണുങ്ങൾക്ക് മാത്രമാണ് പഴയ സ്ഥാനം സ്വന്തം വീട്ടിൽ കിട്ടുന്നത്. ജനിച്ചു വളർന്ന വീടെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് അപ്പനും അമ്മയും കൂടി മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ സ്ഥാനം പട്ടിക്ക് തുല്യമാണ്. സത്യം പറഞ്ഞ നമ്മള് ജനിച്ചപ്പോ തുടങ്ങി കേൾക്കുന്ന കാര്യം എന്താണ്? നീ വേറെ വീട്ടിൽ പോകാനുള്ളതാണ്, വേറെ വീട്ടിൽ പോകാനുള്ളതാണ്. വേറെ വീട്ടിലോട്ട് കെട്ടിക്കേറി വന്നു കഴിയുമ്പോ ഇവിടുത്തെ അമ്മായിമ്മയും നാത്തുമാരൊക്കെ പറഞ്ഞെന്താ? നീ വന്നവളാണ്, നീ ഒരു വീട്ടിൽ നിന്ന് വന്നവളാണ്. സത്യം പറഞ്ഞാൽ സ്ത്രീക്ക് എവിടെയാണ് സ്വന്തം വീടും ഇതൊക്കെ ഉള്ളത്? അവൾക്കാണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു പോയി. അവിടെ ഉള്ളത് അവളുടെ ആങ്ങളെയും നാത്തൂരും പിള്ളേരുമാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവള് കേൾക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വന്ന് എപ്പോഴാ പോണേ? ഈ 2 ചോദ്യമാണ് ആദ്യം കേൾക്കുന്നത്. മനസ്സിലായ? നാത്തൂൻ ആദ്യം എണ്ണി വെക്കും അവൾ ഏത് ദിവസം പോകും, എത്ര ദിവസം ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ പിന്നെ ആ പെണ്ണിന് അത് സ്വന്തം വീടായിട്ട് തോന്നുമോ? എങ്കിൽ പോലും കുറെ പേരൊക്കെ ഇന്നും നാട്ടുകാരെ ഭയന്നിട്ടും മാന്യത പോകും അല്ലെങ്കിൽ മാനം പോകും എന്ന് വിചാരിച്ചിട്ട് എല്ലാം സഹിച്ച് പെണ്ണിനോട് അവിടെ തന്നെ നിൽക്കാൻ പറയും. അപ്പനും അമ്മയൊക്കെ പോണവരേ ഉള്ളൂ സോണിച്ച മക്കൾക്ക് സ്വന്തം, പ്രത്യേകിച്ച് പെൺമക്കൾക്ക് സ്വന്തം വീട്ടിലോട്ടുള്ള ഒരു ബന്ധം. അതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ആങ്ങളമാരെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവർക്കൊക്കെ അവരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതമാണ്. പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും അവരുടേതായ പ്രാരാബ്ദങ്ങളുണ്ട്. പക്ഷെ സ്വന്തം വീടെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവിടെ കയറി ചെല്ലാൻ പറ്റില്ല. അവിടെ അവളെ നിർത്തേമില്ല, അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയുമില്ല. സോണിച്ചനറിയോ, അവൾ ആ വീട്ടിലോട്ട് വല്ല ആണ്ടിലും കൊല്ലത്തിലാണ് ഒന്ന് പോണത്. ആ പിള്ളേരെ കൊണ്ട് പോകുമ്പോ അവക്കുള്ള ഡ്രസ്സ് വരെ അവൾ ആ ബാഗിലിട്ട് വെച്ചാൽ പോണത്. അവളുടെ സ്വന്തം വീടായിട്ട് പോലും അവളുടെ ഒരു ഡ്രസ്സ് പോലും അവൾക്ക് ആ വീട്ടിലില്ല. അല്ലെങ്കിൽ അവളുടെ ഡ്രസ്സ് വെക്കാനുള്ള അലമാരി പോലും അവൾക്ക് സ്വന്തമായിട്ട് അവിടെ ഇല്ല. നാത്തൂന്റെ ഡ്രസ്സ് അവൾക്ക് പാകവും, പക്ഷെ അതുപോലും ആ പെണ്ണ് കൊടുക്കൂല. അപ്പൊ പിന്നെ അതാണ് അവളുടെ വീട്. സ്വന്തം വീട്ടില് സ്വന്തം എന്ന് പറഞ്ഞ് ജനിച്ചു വളർന്ന വീട്ടിൽ അവളുടെ ഒരു ഉടുപ്പില്ലാത്തൊരു വീടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനത്തെ അവസ്ഥയൊന്നല്ല, പക്ഷെ ഭൂരിഭാഗം പെണ്ണുങ്ങൾക്കും ആ അവസ്ഥ തന്നെയാണ്. അവളുടെ കെട്ടിച്ച വീട്ടിൽ അവൾ വിരുന്നാരിയാണ്, അവളുടെ സ്വന്തം വീട്ടിൽ അവൾ പോവേണ്ടവളാണ്. അപ്പൊ സ്ത്രീക്ക് എവിടെയാണ് സ്വന്തമായിട്ട് ഇടം? ഒരിടത്തും ഇല്ല.